ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി ശ്രീകൃഷ്ണകുമാർ. തന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്നുവെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുക എന്നതാണ് പാർട്ടിയുടെ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. ശിവരാജനെതിരെ നടപടിയെടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2019 പാലക്കാട് മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 44,000 വോട്ട് എം.പി. രാജേഷിന് ലഭിച്ചു. 2006 CK ദിവാകരൻ CPIM-ന്റെ MLA ആയിരുന്നു. 42,400 വോട്ട് ലഭിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. ഇപ്പോൾ കിട്ടിയത് 37,000 വോട്ടാണ്. നിങ്ങൾ CPIM മുന്നേറ്റം നടത്തി എന്ന് പറയുന്നു. CPIM-ന്റെ 7,000 വോട്ട് എവിടെ പോയി? അതാരും ചർച്ച ചെയ്യുന്നില്ല. ഷാഫി പറമ്പിലിന് 2016 കിട്ടിയ വോട്ടാണ് 58,000. ആ വോട്ട് തന്നെയാണ് UDF-ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നിഷ്പക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് 50,000 വോട്ടിലെത്താൻ കഴിഞ്ഞത്. ശ്രീധരന്റെ വ്യക്തിപ്രഭാവവും വോട്ടായി. 40,000 ആണ് ഞങ്ങളുടെ അടിസ്ഥാന വോട്ട്. വളരെ ശക്തമായ ത്രികോണ മത്സരം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് ഇത്തരം അധിക വോട്ടുകൾ ലഭിച്ചിട്ടില്ല. അതെന്താണെന്ന് കണ്ടെത്തും, അദ്ദേഹം വ്യക്തമാക്കി. പാൽ സൊസൈറ്റി ഇലക്ഷനിൽ പോലും വിജയിക്കാൻ കഴിയാത്തയാളാണ് രഘുനാഥൻ എന്നാണ് എൻ ശിവരാജൻ വിമർശിച്ചത്. കൗൺസിലർമാരെ പഠിപ്പിക്കാൻ രഘുനാഥ് വളർന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷ്ണകുമാർ മാത്രമേ മത്സരിക്കാനുള്ളൂ എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് സത്യമാണെന്ന് ശിവരാജൻ പറഞ്ഞു. മിനി കൃഷ്ണകുമാറിനെയും എൻ ശിവരാജൻ വിമർശിച്ചു. മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ ഇന്നോളം കിട്ടിയിട്ടില്ലാത്ത വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. CPIM-നും വോട്ട് ഉയർന്നു. ആരാണിതിന്റെ ഉത്തരവാദികളെന്ന് അദ്ദേഹം ചോദിച്ചു. നഗരസഭാ അധ്യക്ഷ പറഞ്ഞ കാര്യം സത്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനി ടൈം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.